ദേശീയ താരങ്ങളടക്കം സൃഷ്ടിച്ച ആലുവ ചൂർണിക്കര അശോക ഗ്രൗണ്ട് നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ലൈഫ് മിഷൻ പദ്ധതിക്കായി ഗ്രൗണ്ടിന്റെ സ്ഥലം ഉപയോഗിക്കാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ സമരം ആരംഭിച്ചു. 3 പഞ്ചായത്തിൽ നിന്നുള്ള ആളുകൾ കായിക വിനോദത്തിനായി ഉപയോഗിച്ചു വരുന്ന ഗ്രൗണ്ടാണ് അശോക ഗ്രൗണ്ട്. പദ്ധതിക്കായി പഞ്ചായത്തിലെ മറ്റ് മിച്ചഭൂമികൾ എടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഇന്ത്യൻ ഇന്റർനാഷണൽ കളിച്ചേക്കുന്ന ഗ്രൗണ്ടുകളാണ്. ഗ്രൗണ്ടിൽ നിന്ന് തന്നെ പലരും പല രീതിയിൽ ഉയർന്നു പോയിട്ടുള്ളതാണ്. ആയതുകൊണ്ട് ഈ ഗ്രൗണ്ട് നിലനിർത്താതെ നിർവാഹമില്ല. മുൻ ദേശീയ താരങ്ങളായ എം ജേക്കബ്, ഹർഷൻ PR, NJ ജേക്കബ്, സന്തോഷ് ട്രോഫി കേരള ക്യാപ്റ്റൻ സഞ്ജു ഗണേഷ്, വാൾട്ടർ ആന്റണി തുടങ്ങിയ പ്രതിഭകൾ ആദ്യമായി പന്ത് തട്ടിയ ഗ്രൗണ്ട്. ചൂർണിക്കര, എടത്തല, കീഴ്മാട് എന്നീ 3 പഞ്ചായത്തിൽ നിന്നുള്ള യുവാക്കളും കുട്ടികളും കായിക വിനോദത്തിനായി ആശ്രയിക്കുന്ന സ്ഥലം. ഈ കളിസ്ഥലം ഭാവി തലമുറയ്ക്ക് നഷ്ടമാക്കരുതെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇവിടെ ഒരാളും ലൈഫ് പദ്ധതിക്ക് എതിരായിട്ട് ആരുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ടവന് വീട് കിട്ടുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പഞ്ചായത്ത് അതിനു വേണ്ടിയുള്ള നടപടികൾ ചെയ്ത്, പഞ്ചായത്ത് മാത്രമല്ല മുകളിലേക്കുള്ള മന്ത്രിമാരും അതിനുള്ള ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ഈ ഗ്രൗണ്ട് നമുക്ക് വിട്ടുതരിക എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ചൂർണിക്കര പഞ്ചായത്തിലെ ഭൂരഹിതർക്ക് വീട് വെക്കാൻ അശോക ഗ്രൗണ്ട് വിട്ടു നൽകാനുള്ള നീക്കത്തിനെതിരെ കായിക താരങ്ങളും നാട്ടുകാരും രംഗത്തിറങ്ങിയത്. വർഷങ്ങളുടെ പഴക്കമുള്ള കളിസ്ഥലം ഇതേ നിലയിൽ സംരക്ഷിക്കണം. ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് പഞ്ചായത്തിൽ മറ്റിടങ്ങളിലുള്ള മിച്ചഭൂമി നൽകി പ്രശ്നം പരിഹരിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ മറ്റ് മിച്ചഭൂമികൾ കിടപ്പുണ്ട്. അപ്പൊ അത് നമ്മുടെ ഈ ഒരു അശോക ഗ്രൗണ്ട് എന്ന് പറയുന്നത് നിലനിർത്തിക്കൊണ്ടുപോയി മറ്റ് ഭൂമികൾ കണ്ടെത്തി അവർക്ക് ലഭ്യമാക്കുക എന്ന് പറയും. വർഷങ്ങൾക്ക് മുൻപ് ദേശീയപാത വികസനത്തിനായി സ്ഥലം നൽകിയവർക്ക് വീട് വെക്കാൻ അശോക ഗ്രൗണ്ടിന്റെ ഒരു ഭാഗം വിട്ടു നൽകിയിരുന്നു. ബാക്കിയുള്ള പ്രദേശം കളിസ്ഥലമായി തന്നെ സംരക്ഷിക്കുമെന്ന് അന്ന് നാട്ടുകാർക്ക് അധികൃതർ ഉറപ്പ് നൽകിയിരുന്നതാണ്. അന്ന് ഇവിടുത്തെ കാരണവന്മാരായ ആൾക്കാർ അന്ന് ഇവിടെ പാറമടയായിരുന്നു. ആ പാറമട അവർ തന്നെ കയ്യിൽ നിന്ന് കാശെടുത്ത് മണ്ണിട്ട് നികത്തി എല്ലാം സജ്ജീകരണം ചെയ്ത് അവരാണ് സ്വയം തന്നെ ഇവിടുത്തെ കളിക്കുന്ന ചേട്ടന്മാർ തന്നെയാണ് ഈ ഗ്രൗണ്ട് ഈ പകുതിയോളം ലൈഫ് മിഷന് വേണ്ടിയിട്ട് തയ്യാറാക്കി കൊടുത്തത്. 1 ഏക്കറോളം സ്ഥലമാണ് ഇപ്പോൾ അശോക ഗ്രൗണ്ടിനുള്ളത്. കളിസ്ഥലം സംരക്ഷിക്കാൻ കക്ഷി രാഷ്ട്രീയം മറന്ന് ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങിയിരിക്കുകയാണ്. നാട്ടുകാരുടെ എതിർപ്പ് ശക്തമായതോടെ മന്ത്രിതല ചർച്ചയ്ക്ക് പഞ്ചായത്ത് അംഗങ്ങളെ റവന്യൂ വകുപ്പ് വിളിപ്പിച്ചിട്ടുണ്ട്. സന്തോഷ് ട്രോഫിയിലെ കേരളത്തിന്റെ അഭിമാന താരം സഞ്ജു ഗണേഷ് അടക്കം കളിച്ചു വളർന്നത് ഈ ഗ്രൗണ്ടിലാണ്. ലൈഫ് മിഷനായി പഞ്ചായത്തിലെ മറ്റ് മിച്ചഭൂമികൾ കണ്ടെത്തിക്കൊണ്ട് ഗ്രൗണ്ടിനെ സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ മനോജ് വട്ടിയൂർക്കാവിനൊപ്പം കിരൺകുമാർ, ജനം, കൊച്ചി.